പലരും വേദന കൊണ്ട് പുളഞ്ഞു. എങ്കിലും ക്രിസ്മസ് അടുക്കുന്നതിന്റെ ഒരു സന്തോഷം അവർക്കുണ്ടായിരുന്നു. വരാനിരിക്കുന്ന ദിവസം അവർക്ക് പ്രതീക്ഷ നൽകി. ഡിസംബർ 25 ക്രിസ്മസ് ദിനം. അന്ന് രാവിലെ അവർ കപ്പലിന്റെ ഡെക്കിൽ വന്നപ്പോൾ കണ്ട കാഴ്ച അതിമനോഹരമായിരുന്നു. അതുവരെ കണ്ട വരണ്ട പാറക്കൂട്ടങ്ങളും മരുഭൂമികളും മാറി പച്ചപ്പ് നിറഞ്ഞ ഒരു തീരം, മരങ്ങളും ചെടികളും നിറഞ്ഞ സുന്ദരമായ ഭൂമി. കടലിലെ നീലയും കരയിലെ പച്ചപ്പും ചേർന്ന് സ്വർഗം പോലെ തോന്നിപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ ജനനദിവസം കണ്ടെത്തിയതുകൊണ്ട് ഗാമ ആ സ്ഥലത്തിന് ടെറാ നതാലിസ് എന്നു പേരിട്ടു. പോർച്ചുഗീസ് ഭാഷയിൽ നത്താൽ എന്നാൽ ജനനം അല്ലെങ്കിൽ ക്രിസ്മസ് എന്നർത്ഥം. ഇന്നത്തെ ദക്ഷിണാഫ്രിക്കയിലെ ഡർബൺ നഗരമൊക്കെ സ്ഥിതി ചെയ്യുന്ന ക്വാസുലു നതാൽ പ്രവിശ്യയാണത്. ആ പേര് ഇന്നും നിലനിൽക്കുന്നു എന്നത് ചരിത്രത്തിന്റെ ഒരു കൗതുകമാണ്. ആ പച്ചപ്പ് കണ്ടപ്പോൾ നാവികർക്ക് ഗൃഹാതുരത്വം തോന്നി. തങ്ങളുടെ നാട്ടിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ അവർ ഓർത്തു. പള്ളിയിലെ മണിയൊച്ചയും വീട്ടിലെ വിരുന്നും അവരുടെ മനസ്സിലെത്തി. കടലിലെ തിരക്കുകൾക്കിടയിലും അവർ കപ്പലിൽ ഒരു ചെറിയ പ്രാർത്ഥന നടത്തി. ആ നിമിഷം കൊടുങ്കാറ്റും മരണഭയവും എല്ലാം മറന്ന് അവർ ശാന്തരായി. ഇന്ത്യൻ മഹാസമുദ്രം അത്ര മോശക്കാരനല്ല എന്ന് അവർക്ക് തോന്നിത്തുടങ്ങി. ഇന്ത്യയിലേക്കുള്ള ദൂരം ഇനിയും ഏറെയുണ്ട്. പക്ഷേ ഏറ്റവും വലിയ കടമ്പകൾ അവർ കടന്നു കഴിഞ്ഞു. ഇനി മുന്നിലുള്ളത് അപരിചിതമായ സംസ്കാരങ്ങളും പുതിയ മനുഷ്യരുമാണ്. ഗാമ തന്റെ ഭൂപടത്തിൽ പുതിയൊരു വര കൂടി വരച്ചു ചേർത്തു. ലോകം ചുരുങ്ങുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നമ്മുടെ കപ്പലുകൾ ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ പച്ചപ്പ് നിറഞ്ഞ തീരങ്ങളും പിന്നിട്ട് വീണ്ടും വടക്കോട്ട് നീങ്ങുകയാണ്. ഇതുവരെ കണ്ട കാഴ്ചകളല്ല ഇനി കാണാൻ പോകുന്നത്. ഇതുവരെ കണ്ടത് കാടുകളും നാണം മറയ്ക്കാൻ മൃഗത്തോലുടുത്ത ഗോത്രവർഗക്കാരെയുമായിരുന്നു. എന്നാൽ വടക്കോട്ട് പോകുന്തോറും അന്തരീക്ഷം മാറുകയാണ്. 1498 മാർച്ച് മാസത്തിന്റെ തുടക്കത്തിൽ അവർ മൊസാംബിക്കിന്റെ തീരത്തെത്തി. ദൂരെ നിന്ന് തന്നെ ഗാമയും കൂട്ടരും ആ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു. ഓലമേഞ്ഞ കുടിലുകൾക്ക് പകരം വെളുത്ത കല്ലുകൊണ്ട് കെട്ടിയ വലിയ കെട്ടിടങ്ങൾ, തുറമുഖത്ത് തിരക്കേറിയ കച്ചവടം. പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം അതല്ലായിരുന്നു, അവിടെ കണ്ട കപ്പലുകളായിരുന്നു. അതുവരെ യൂറോപ്യന്മാർക്ക് മാത്രം അറിയാമായിരുന്ന വലിയ പായ്ക്കപ്പലുകളിതാ ഇവിടെയും കിടക്കുന്നു. ദൗവുകൾ എന്ന് വിളിക്കുന്ന അറബികളുടെ കപ്പലുകൾ, ത്രികോണാകൃതിയിലുള്ള പായകൾ വിരിച്ച് വേഗത്തിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾ. ഗാമയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. തങ്ങൾ എത്തിയിരിക്കുന്നത് അപരിചിതമായ ഒരിടത്തല്ല, മറിച്ച് നൂറ്റാണ്ടുകളായി സജീവമായ വലിയൊരു കച്ചവട ലോകത്തേക്കാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കച്ചവടം നിയന്ത്രിക്കുന്നത് അറബികളാണ്. സ്വർണവും ആനക്കൊമ്പും തുണിത്തരങ്ങളും അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇവിടെ ഒരു വലിയ അപകടം പതിയിരിപ്പുണ്ട്. ഇവർ മുസ്ലിങ്ങളാണ്. ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ വലിയ ശത്രുതയിലാണ്. പോർച്ചുഗലിൽ നിന്ന് വന്നവരാണ്, ക്രിസ്ത്യാനികളാണ് എന്നറിഞ്ഞാൽ അപ്പോൾ തന്നെ തലവെട്ടും. അതുകൊണ്ട് ഗാമ നാവികർക്ക് കർശനമായ നിർദ്ദേശം നൽകി. ആരും കുരിശു പുറത്ത് കാണിക്കരുത്, ബൈബിൾ ഒളിപ്പിച്ചു വെക്കുക, നമ്മളും മുസ്ലിങ്ങളാണ് എന്ന് പറയുക. ഇതൊരു വലിയ ചൂതാട്ടമായിരുന്നു. വേഷം കൊണ്ടും ഭാഷ കൊണ്ടും അവർ വേറിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ആഫ്രിക്കയുടെ വടക്കൻ ഭാഗത്തുള്ള മൊറോക്കോയിൽ നിന്നുള്ള മുസ്ലിങ്ങളാണെന്ന് കള്ളം പറയാൻ ഗാമ തീരുമാനിച്ചു. കപ്പൽ നങ്കൂരമിട്ടപ്പോൾ ചെറിയ വള്ളങ്ങളിൽ തദ്ദേശീയർ കപ്പലിനടുത്തേക്ക് വന്നു. തലപ്പാവ് ധരിച്ച, അരയിൽ വാളുകൾ തൂക്കിയ ഗൗരവക്കാരായ മനുഷ്യർ. അവർക്ക് പോർച്ചുഗീസ് ഭാഷ അറിയില്ലെങ്കിലും കൂട്ടത്തിൽ അറബിക് സംസാരിക്കാൻ അറിയാവുന്ന ഒരു നാവികൻ ഗാമയുടെ കൂടെയുണ്ടായിരുന്നു. ഞങ്ങൾ കച്ചവടക്കാരാണ്, ഇന്ത്യയിലേക്ക് പോകുകയാണ് എന്നയാൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ നാട്ടുകാർക്ക് സന്തോഷമായി. അവർ ഗാമയെയും കൂട്ടരെയും കരയിലേക്ക് ക്ഷണിച്ചു. പിറ്റേന്ന് സാക്ഷാൽ മൊസാംബിക്കിലെ സുൽത്താൻ തന്നെ കപ്പൽ സന്ദർശിക്കാനെത്തി. ഗാമ കപ്പൽ അലങ്കരിക്കാൻ ഉത്തരവിട്ടു. വലിയ വിരുന്നൊക്കെ ഒരുക്കി. പക്ഷെ ഇവിടെയാണ് ഗാമയ്ക്ക് ആദ്യത്തെ വലിയ അബദ്ധം പറ്റുന്നത്. സുൽത്താന് കൊടുക്കാൻ ഗാമ കരുതിയ സമ്മാനങ്ങൾ കുറച്ച് ചുവന്ന തുപ്പികൾ, പിച്ചള പാത്രങ്ങൾ, പവിഴമാലകൾ, പിന്നെ കുറച്ച് ഉണക്ക ബിസ്ക്കറ്റും. യൂറോപ്പിലെ ഗ്രാമങ്ങളിൽ ഇതൊക്കെ വലിയ കാര്യമായിരിക്കാം. പക്ഷേ സ്വർണവും രത്നങ്ങളും കണ്ട് ശീലിച്ച പട്ടുതുണികൾ ഉടുക്കുന്ന സുൽത്താന് ഇത് കണ്ടപ്പോൾ പുച്ഛം തോന്നി. ഇതാണോ ഒരു രാജാവ് കൊടുത്തയക്കുന്ന സമ്മാനം? ഒരു സാധാരണ കച്ചവടക്കാരൻ പോലും ഇതിനേക്കാൾ നല്ല സാധനങ്ങൾ തരുമല്ലോ എന്ന രീതിയിൽ സുൽത്താൻ ആ സാധനങ്ങൾ തട്ടിമാറ്റി. ഗാമയുടെ മുഖം അപമാനം കൊണ്ട് ചുവന്നു. എങ്കിലും അയാൾ ദേഷ്യം പുറത്തു കാണിച്ചില്ല. സുൽത്താൻ ചോദിച്ചു, നിങ്ങൾ തുർക്കികളിൽ നിന്നുള്ളവരാണോ? നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം എവിടെ? ഗാമ ആകെ വിയർത്തുപോയി. ഖുറാൻ കാണിക്കാൻ പറഞ്ഞാൽ കയ്യിലില്ല.
അത് ഞങ്ങളുടെ നാട്ടിലെ കപ്പലിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഗാമ എങ്ങനെയൊക്കെയോ ഒഴിഞ്ഞു മാറി. സുൽത്താന് സംശയം തുടങ്ങി. ഇവരുടെ പെരുമാറ്റത്തിലും വേഷത്തിലും എന്തോ പന്തികേടുണ്ട്. സുൽത്താൻ കപ്പലിൽ നിന്നിറങ്ങിപ്പോയി. പക്ഷെ പോകുമ്പോൾ ആ നോട്ടത്തിൽ വലിയൊരു ഭീഷണി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഗാമയ്ക്ക് മനസ്സിലായി, കള്ളി വെളിച്ചത്താകാൻ പോകുകയാണ്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും മരിച്ചു വീഴും. അന്തരീക്ഷം പെട്ടെന്ന് മാറിമറിഞ്ഞു. അതുവരെ ചിരിച്ചു സംസാരിച്ചിരുന്ന നാട്ടുകാർ ഇപ്പോൾ കപ്പലിന് നേരെ തുറിച്ചു നോക്കാൻ തുടങ്ങി. ഗാമയുടെ നാവികർ കുടിവെള്ളമെടുക്കാൻ കരയിലേക്ക് ചെറിയ തോണിയിൽ പോയപ്പോൾ നാട്ടുകാർ അവരെ തടഞ്ഞു. കല്ലേറും അസഭ്യവർഷവുമായി. ക്രിസ്ത്യാനികൾ, ചാരന്മാർ എന്നുള്ള വിളികൾ ഉയർന്നു കേട്ടു. ഗാമയുടെ കള്ളം പൊളിഞ്ഞിരിക്കുന്നു. തങ്ങൾ മുസ്ലിങ്ങളല്ല എന്നവർ തിരിച്ചറിഞ്ഞു. മൊസാംബിക്കിലെ തുറമുഖത്ത് യുദ്ധത്തിന്റെ മണം പരന്നു. സുൽത്താൻ തന്റെ ഭടന്മാരോട് ഗാമയുടെ കപ്പലുകൾ പിടിച്ചെടുക്കാൻ ഉത്തരവിട്ടു എന്ന് ചാരന്മാർ വഴി ഗാമ അറിഞ്ഞു. ഇനി കാത്തു നിൽക്കാൻ സമയമില്ല. രാത്രിയുടെ മറവിൽ സുൽത്താന്റെ പടയാളികൾ വള്ളങ്ങളിൽ വന്ന് കപ്പൽ വളയാൻ സാധ്യതയുണ്ട്. ഗാമ തന്റെ ഏറ്റവും ക്രൂരമായ മുഖം പുറത്തെടുത്തു. അവർ നമ്മളെ ആക്രമിക്കുന്നതിനു മുൻപേ നമുക്കവരെ വിറപ്പിക്കണം, ഗാമ പറഞ്ഞു. സാവോ ഗബ്രിയേലിലെ പീരങ്കികൾ കരയിലേക്ക് തിരിച്ചുവെക്കാൻ അദ്ദേഹം ആജ്ഞാപിച്ചു. പോർച്ചുഗീസ് പീരങ്കികൾ തീതുപ്പി. ആ വലിയ ശബ്ദം മൊസാംബിക്കിന്റെ തീരത്തെ നടുക്കി. അതുവരെ അത്തരം വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടിട്ടില്ലാത്ത നാട്ടുകാർ ഭയന്നോടി. വീടുകളുടെ മേൽക്കൂരകൾ തകർന്നു വീണു. തെങ്ങുകൾ ഒടിഞ്ഞു വീണു. തുറമുഖത്ത് നിർത്തിയിട്ടിരുന്ന അറബികളുടെ വള്ളങ്ങളും കപ്പലുകളും പീരങ്കി വെടിയേറ്റ് തകർന്നു. ആരെയും കൊല്ലുക എന്നതായിരുന്നില്ല ഗാമയുടെ ലക്ഷ്യം, മറിച്ച് ഭയപ്പെടുത്തുക എന്നതായിരുന്നു. ഞങ്ങളുടെ അടുത്ത് കളിച്ചാൽ വിവരമറിയും എന്നൊരു താക്കീത്. പുക നിറഞ്ഞ അന്തരീക്ഷത്തിൽ ജനങ്ങൾ ചിതറിയോടുന്ന ബഹളത്തിനിടയിൽ ഗാമ കപ്പലുകൾ തുറമുഖത്ത് നിന്ന് പുറത്തിറക്കി. കപ്പൽ അകന്നു പോകുമ്പോഴും ഗാമയുടെ ദേഷ്യം അടങ്ങിയിരുന്നില്ല. പോകുന്ന വഴിയിൽ കണ്ട ചെറിയ വള്ളങ്ങളെയും അവർ വെറുതെ വിട്ടില്ല. ആ ദേഷ്യത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു. അവിടെ നിന്ന് കിട്ടുമെന്ന് കരുതിയ പൈലറ്റിനെ, അതായത് വഴികാട്ടിയെ, അവർക്ക് കിട്ടിയില്ല. ഇന്ത്യൻ മഹാസമുദ്രം ഇനിയും കടക്കാനുണ്ട്. എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് കൃത്യമായി അറിയില്ല. സത്യത്തിൽ മൊസാംബിക്കിലെ അനുഭവം ഗാമയ്ക്ക് വലിയൊരു പാഠമായിരുന്നു. യൂറോപ്പിൽ തങ്ങൾ വലിയവരായിരിക്കാം, പക്ഷെ ഇവിടെ തങ്ങൾ ഒന്നുമല്ല. ഇവിടെ കച്ചവടം നടക്കുന്നത് സ്വർണത്തിലാണ്. തങ്ങളുടെ കയ്യിലുള്ള തുരുമ്പിച്ച സാധനങ്ങൾ ആർക്കും വേണ്ട. മാത്രമല്ല, ഈ കടലിൽ തങ്ങൾ ഒറ്റപ്പെട്ടവരാണ്. ചുറ്റും ശത്രുക്കളാണ്. ഓരോ തുറമുഖത്തും തങ്ങളെ കാത്തിരിക്കുന്നത് ചതിക്കുഴികളാണ്. കടലിൽ വെച്ച് കാറ്റിന്റെ ഗതി വീണ്ടും മാറി. ശക്തമായ ഒഴുക്ക് അവരെ വീണ്ടും പിന്നോട്ട് വലിക്കാൻ നോക്കി. നാവികർക്ക് നിരാശ തോന്നി. നമ്മൾ എങ്ങോട്ടാണീ പോകുന്നത്? കരയിലിറങ്ങിയാൽ ശത്രുക്കൾ, കടലിലാണെങ്കിൽ കൊടുങ്കാറ്റ്, അവർ പറഞ്ഞു. പക്ഷെ ഗാമയ്ക്കൊരാശ്വാസമുണ്ടായിരുന്നു. മൊസാംബിക്കിൽ കണ്ട സാധനങ്ങൾ, സ്വർണവും സുഗന്ധവ്യഞ്ജനങ്ങളും തെളിയിക്കുന്നത് ഇന്ത്യ അടുത്തുണ്ട് എന്നാണ്. ഇനിയും വടക്കോട്ട് പോയാൽ തീർച്ചയായും ഇന്ത്യയിലേക്ക് വഴി കാണിക്കുന്ന ആരെയെങ്കിലും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയിൽ അവർ യാത്ര തുടർന്നു. പീരങ്കി പുകയുടെ ഗന്ധം അവരുടെ വസ്ത്രങ്ങളിൽ നിന്ന് അപ്പോഴും മാറിയിരുന്നില്ല. ആ ഗന്ധം വരാനിരിക്കുന്ന വലിയ യുദ്ധങ്ങളുടെ ഒരു മുന്നറിയിപ്പ് മാത്രമായിരുന്നു. മൊസാംബിക്കിലെ പീരങ്കി വെടിയൊച്ചകൾക്ക് ശേഷം നമ്മുടെ കപ്പലുകൾ വടക്കോട്ട് പാഞ്ഞു പോവുകയാണ്. ഗാമയുടെയും നാവികരുടെയും മനസ്സിപ്പോൾ ആകെ അസ്വസ്ഥമാണ്. കാരണം ആഫ്രിക്കയുടെ കിഴക്കൻ തീരം മുഴുവൻ ശത്രുക്കളാണോ എന്ന ഭയം അവർക്കുണ്ട്. മൊസാംബിക്കിന് ശേഷം അവർ മൊംബാസ എന്നൊരു സ്ഥലത്തുകൂടി കയറാൻ ശ്രമിച്ചിരുന്നു. അവിടെയും അവർക്ക് ലഭിച്ചത് ചതിയുടെ കൈപ്പേറിയ അനുഭവമായിരുന്നു. തങ്ങളെ ഒടുക്കാൻ പാകത്തിന് കിണിവെച്ചിരിക്കുകയാണ് ഓരോ തുറമുഖത്തും എന്ന് ഗാമ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഇനി ആരെ വിശ്വസിക്കുമെന്നറിയാത്ത അവസ്ഥ. കുടിവെള്ളം തീരുന്നു. ഭക്ഷണവും കുറവാണ്. എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങാതെ പറ്റില്ല. അങ്ങനെയിരിക്കെയാണ് 1498 ഏപ്രിൽ 14 ഈസ്റ്റർ ദിനങ്ങൾക്ക് തൊട്ടടുത്ത സമയത്ത് അവർ മറ്റൊരു നഗരത്തിന്റെ മുന്നിലെത്തുന്നത്. അതാണ് മാലിന്തി, ഇന്നത്തെ കെനിയയിലുള്ള ഒരു മനോഹരമായ തുറമുഖ നഗരം. ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഗാമയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഇത് മൊസാംബിക്കോ മൊംബാസയോ പോലെയല്ല. വെളുത്ത നിറം പൂശിയ മനോഹരമായ ഇരുനില വീടുകൾ, കടൽക്കരയിൽ തിരക്കിട്ട് നടക്കുന്ന കച്ചവടക്കാർ. ഒരു യൂറോപ്യൻ നഗരത്തിന്റെ ഛായയുണ്ട് മാലിന്യയ്ക്ക്. പക്ഷേ പഴയ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഗാമ കപ്പൽ തുറമുഖത്തേക്ക് അടുപ്പിച്ചില്ല. പകരം കടലിൽ തന്നെ നങ്കൂരമിട്ട് കിടന്നു. ഇനിയും ഒരു കെണിയിൽ പോയി ചാടാൻ എനിക്ക് വയ്യ, ഗാമ പിറുപിറുത്തു. എന്നാൽ
ചരിത്രം അവിടെ ഗാമയ്ക്ക് വേണ്ടി ഒരു അത്ഭുതം കാത്തുവച്ചിരുന്നു. മാലിന്ദിയിലെ സുൽത്താൻ ഗാമയുടെ കപ്പലുകളെ സ്വാഗതം ചെയ്തുകൊണ്ട് ദൂതന്മാരെ അയച്ചു. ഗാമ ആദ്യം സംശയിച്ചു, ഇതും ചതിയാണോ എന്നദ്ദേഹം ഭയന്നു. പക്ഷെ കാര്യം അതല്ലായിരുന്നു. മാലിന്ദിയിലെ സുൽത്താന് അയൽരാജ്യമായ മുംബാസയുമായി കൊടും പകയാണ്. മുംബാസയിലെ സുൽത്താന്റെ ശത്രുക്കൾ ആരു വന്നാലും അവർ മാലിന്ദിക്ക് മിത്രങ്ങളാണ്. ഗാമ മുംബാസയിൽ പ്രശ്നമുണ്ടാക്കിയെന്നത് മാലിന്യ സുൽത്താന് വലിയ സന്തോഷം നൽകി. എന്റെ ശത്രുവിന്റെ ശത്രു എന്റെ മിത്രം എന്ന പഴയ തന്ത്രം. സുൽത്താൻ വലിയ സമ്മാനങ്ങളുമായാണ് ദൂതന്മാരെ അയച്ചത്. കപ്പലിലെ നാവികർ ആ കാഴ്ച കണ്ട് കൊതിയോടെ നോക്കി നിന്നു. ഫ്രഷായ ആടുകൾ, കോഴികൾ, നാരങ്ങകൾ, ഓറഞ്ചുകൾ, കരിമ്പ്. മാസങ്ങളായി ഉപ്പിട്ട ഇറച്ചിയും ഉണക്ക ബിസ്ക്കറ്റും തിന്നുമടുത്ത നാവികർക്ക് ഇതൊരു സദ്യ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് നാരങ്ങയും ഓറഞ്ചും സ്കർവി രോഗം വന്നവർക്ക് മരുന്നുപോലെയായിരുന്നു. ഗാമയ്ക്ക് പതിയെ ആശ്വാസമായി. സുൽത്താൻ നേരിട്ട് കപ്പലിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. രാജകീയമായൊരു കൂടിക്കാഴ്ചയാണ് പിന്നീട് നടന്നത്. സുൽത്താൻ വന്നത് പട്ടുതുണികൾ വിരിച്ച, സംഗീതജ്ഞർ അകമ്പടി സേവിക്കുന്ന ഒരു വലിയ വള്ളത്തിലാണ്. അദ്ദേഹം ധരിച്ചിരുന്നത് വില കൂടിയ ദാമസ്ക് തുണിത്തരങ്ങളും തലയിൽ പട്ടും രത്നങ്ങളും പതിച്ച തലപ്പാവുമാണ്. ഇത്തവണ ഗാമയ്ക്ക് തെറ്റുപറ്റിയില്ല. തന്റെ കൈവശമുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല സമ്മാനങ്ങൾ അദ്ദേഹം സുൽത്താന് നൽകി. ഇരുവരും ചേർന്നൊരു സഖ്യമുണ്ടാക്കി. ഗാമയ്ക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കുറച്ചുനാൾ വിശ്രമിക്കാൻ അനുവാദം. 2, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയിലേക്ക് വഴിയറിയാവുന്ന ഒരു വഴികാട്ടിയെ. ഇവിടെ വെച്ച് ഗാമ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു. മാലിന്ദിയിലെ തെരുവുകളിൽ തലപ്പാവ് വയ്ക്കാത്ത നീണ്ട മുടിയുള്ള വേറൊരു തരം വസ്ത്രം ധരിക്കുന്ന മനുഷ്യർ. അവർ മുസ്ലിങ്ങളല്ല എന്ന് ഒറ്റനോട്ടത്തിൽ അറിയാം. ഗാമ അവരെ കണ്ട് തെറ്റിദ്ധരിച്ചു. ഇവർ ഇന്ത്യയിൽ നിന്നുള്ള ക്രിസ്ത്യാനികളാണ് എന്ന്. യഥാർത്ഥത്തിൽ അവർ ഗുജറാത്തിൽ നിന്നും മറ്റും വന്ന ഹിന്ദു കച്ചവടക്കാരായിരുന്നു. എങ്കിലും ഇന്ത്യക്കാർ അവിടെയുണ്ട് എന്നത് ഗാമയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകി. ഇന്ത്യ ഇനിയും ഏറെ അകലെയല്ല. കപ്പലിലെ തടവുകാരെ കരയിലേക്ക് വിട്ട് ഗാമ വിവരങ്ങൾ ശേഖരിച്ചു. സുൽത്താൻ വാക്കുപാലിച്ചു. ഇന്ത്യയിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഏറ്റവും മികച്ച നാവികനെ തരാം, സുൽത്താൻ പറഞ്ഞു. സുൽത്താൻ ഏർപ്പാടാക്കി തന്ന ആ വഴികാട്ടി ചരിത്രകാരന്മാർക്കിടയിൽ ഇന്നും തർക്കവിഷയമാണ് അദ്ദേഹത്തിന്റെ പേര്. ചിലർ പറയുന്നു അത് പ്രശസ്തനായ അഹമ്മദ് ഇബിൻ മാജിദ് ആയിരുന്നുവെന്ന്. അതല്ല, ഗുജറാത്തിൽ നിന്നുള്ള ഒരു മുസ്ലിം നാവികനായിരുന്നു എന്നും പറയപ്പെടുന്നു. ആര് തന്നെയായാലും അദ്ദേഹം ഒരു സാധാരണക്കാരനായിരുന്നില്ല. ഗാമയുടെ കപ്പലിൽ കയറിയ ആ മനുഷ്യൻ കയ്യിൽ കരുതിയിരുന്നത് അത്യാധുനികമായ ഉപകരണങ്ങളായിരുന്നു. ഗാമ തന്റെ കൈവശമുള്ള മരത്തിൽ തീർത്ത പഴയ ആസ്ട്രോലാബ് കാണിച്ചപ്പോൾ ആ വഴികാട്ടിക്ക് ചിരിയാണ് വന്നത്. അദ്ദേഹം തന്റെ സഞ്ചിയിൽ നിന്ന് തിളങ്ങുന്ന പിച്ചളയിൽ തീർത്ത കൃത്യതയാർന്ന ഉപകരണങ്ങൾ എടുത്തു കാണിച്ചു. ഗാമ അമ്പരന്നുപോയി. യൂറോപ്പിലെ നാവികരെക്കാൾ എത്രയോ മടങ്ങ് അറിവുള്ളവരാണിവർ എന്ന് ഗാമയ്ക്ക് മനസ്സിലായി. ഏപ്രിൽ 24 യാത്ര തുടങ്ങാൻ സമയമായി. മാലിന്ദിയിലെ സുൽത്താനോട് നന്ദി പറഞ്ഞ് പുതിയ വഴികാട്ടിയുടെ നിർദ്ദേശപ്രകാരം കപ്പലുകൾ പായ വിരിച്ചു.